നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇടതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് വലതുകരം അച്ഛനെ നേരെ നീട്ടി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 22 മുതലുള്ള തിരുവചനങ്ങൾ. ജെറൂസലേമിൽ നിന്ന് വന്ന നിയമജ്ഞർ പറഞ്ഞു, അവനെ ബേൽസെബൂൽ ആവേശിച്ചിരിക്കുന്നു. പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് അവൻ പിശാചുക്കളെ പുറത്താക്കുന്നത്. അവൻ അവരെ അടുത്തു വിളിച്ച് ഉപമകൾ വഴി അവരോട് പറഞ്ഞു, സാത്താന് എങ്ങനെയാണ് സാത്താനെ പുറത്താക്കാൻ കഴിയുക? അന്ധചിത്രമുള്ള രാജ്യം നിലനിൽക്കുകയില്ല, അന്ധചിത്രമുള്ള ഭവനവും നിലനിൽക്കുകയില്ല. സാത്താൻ തനിക്ക് തന്നെ എതിരായി തല ഉയർത്തുകയും ഭിന്നിക്കുകയും ചെയ്താൽ അവന് നിലനിൽക്കുക സാധ്യമല്ല. അത് അവന്റെ അവസാനമായിരിക്കും. ശക്തനായ ഒരുവന്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർച്ച ചെയ്യണമെങ്കിൽ ആദ്യമേ അവനെ ബന്ധിക്കണം. അതിനുശേഷമേ കവർച്ച നടത്താൻ കഴിയൂ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യമക്കളുടെ എല്ലാ പാപങ്ങളും അവർ പറയുന്ന ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും. എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവന് ഒരു കാലത്തും പാപത്തിൽ നിന്ന് മോചനമില്ല. അവൻ നിത്യപാപത്തിന് ഉത്തരവാദിയാകും. അവൻ ഇങ്ങനെ പറഞ്ഞത് തനിക്ക് അശുദ്ധാത്മാവുണ്ട് എന്ന് അവർ പറഞ്ഞതിനാലാണ്. കർത്താവിന്റെ സുവിശേഷം. നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ജനുവരി 26-ാം തീയതി ഈ ഞായറാഴ്ച രാത്രിയിൽ നമ്മൾ ഈശോയുടെ ചുറ്റും ആ കുടുംബത്തിലെ ഈശോയുടെ മക്കൾ എന്നതുപോലെ, ഈശോയുടെ സഹോദരനും സഹോദരിയും എന്നതുപോലെ, ഈശോയുടെ മണവാട്ടി എന്നതുപോലെ ഈശോയുടെ ചുറ്റുമിരിക്കുമ്പോൾ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മാനസാന്തരത്തിന്റെ ആവശ്യകതയെക്കുറിച്ച്. പലപ്പോഴും വളരെ വലിയ ചർച്ചകൾക്ക് വിധേയമായിട്ടുള്ള ഒരു കാര്യമാണ് എന്താണ് പരിശുദ്ധാത്മാവിനെതിരായ പാപം എന്ന്. കാരണം ഈശോ പറയുകയാണ്, മനുഷ്യപുത്രനെതിരെയുള്ള പാപം ക്ഷമിക്കപ്പെടും. എന്താണ് മനുഷ്യപുത്രനെതിരെ മനുഷ്യർ ചെയ്ത പാപം? ഈശോയ്ക്കെതിരെ ചെയ്ത പാപം എന്താണ്? ഈശോയെ പിടിക്കുകയും ബന്ധിക്കുകയും അന്യായമായി വിധിക്കുകയും കൊലയ്ക്ക് വിധിക്കുകയും അവിടുത്തെ നഗ്നനാക്കുകയും ചമ്മട്ടി കൊണ്ടടിക്കുകയും കുരിശ് ചുമപ്പിക്കുകയും കുരിശിൽ തറക്കുകയും കൊല്ലുകയും ചെയ്തു എന്നതാണ് മനുഷ്യപുത്രനെതിരെയുള്ള മനുഷ്യകുലത്തിന്റെ പാപം. നമുക്ക് ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. എന്നിട്ട് ഈശോ പറയുകയാണ്, നിങ്ങളുടെ ഈ പാപം, മനുഷ്യപുത്രനെ നിങ്ങൾ, നീതിമാനെ നിങ്ങൾ കൊലയ്ക്ക് വിധിച്ചതിന്റെ പാപം, പാപമറിയാത്തവന്റെ മേൽ സകല പാപവും ചുമത്തിയതിന്റെ പാപം,
മനുഷ്യപുത്രനെ അവഹേളിച്ചതിന്റെ പാപം, നിന്ദിച്ചതിന്റെ പാപം, അവന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പിയതിന്റെ പാപം, അവന്റെ ശിരസിൽ മുൾമൂടി അണിയിച്ചതിന്റെ പാപം, അവനെ കുരിശിൽ തറച്ച് കൊന്നതിന്റെ പാപം ക്ഷമിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപം ക്ഷമിപ്പിക്കപ്പെടുകയില്ല. അപ്പോൾ നമ്മൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഈശോയെ കുരിശിൽ തറച്ചു കൊന്നതിനേക്കാൾ വലിയ പാപം എന്താണ്? പ്രിയപ്പെട്ടവരെ, ആ പാപമെന്ന് പറയുന്നത് സത്യത്തിനെതിരെ മുഖം തിരിക്കുക എന്ന പാപമാണ്. ഈശോ കുരിശിൽ മരിച്ചതും ഈശോ മരിച്ചടക്കം ചെയ്യപ്പെട്ടതുമെല്ലാം എന്റെ പാപത്തിന് പരിഹാരമായിട്ടാണ് എന്ന ആ സത്യത്തിനെതിരെ നീ ഹൃദയം കഠിനമാക്കിയാൽ, ആ സത്യത്തിൽ നീ വിശ്വസിക്കാതിരുന്നാൽ, ഈശോ നിന്റെ പാപത്തിന് പരിഹാരമായിട്ടാണ് കൊല്ലപ്പെട്ടതെന്ന്, അവൻ മനുഷ്യാവതാരം ചെയ്തതെന്ന്, അവൻ ശരീരത്തിൽ പീഡനങ്ങൾ സഹിച്ചത് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ് എന്ന വലിയ സത്യത്തിനെതിരെ നീ ഹൃദയം കഠിനമാക്കിയാൽ, അതായത് ഈശോയിൽ വിശ്വസിക്കാതിരുന്നാൽ, അത് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപമാണ്. ആ പാപം ചെയ്യുന്നവർ രക്ഷ പ്രാപിക്കുകയില്ല. വചനം ഇങ്ങനെയാണ് പറയുന്നത്, വിശ്വസിക്കാത്തവർ രക്ഷ പ്രാപിക്കുകയില്ല. ഈ വിശ്വസിക്കാതിരിക്കുന്നതാണ് ആർക്കെതിരായിട്ടുള്ള പാപം? പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപം. ഹൃദയ കാഠിന്യം എന്ന് പറയുന്നത് അതാണ്. ഈശോ കുരിശിൽ മരിച്ചതും മരിച്ചടക്കം ചെയ്യപ്പെട്ടതും എനിക്ക് പിതാവിലേക്കുള്ളൊരു വഴിയായി തീരാൻ വേണ്ടിയും എന്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ് എന്ന ആ സത്യം നീ അംഗീകരിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നിന്റെ ഹൃദയ കാഠിന്യമാണ്. ഈ ഹൃദയ കാഠിന്യമാണ് ഒരുവനെ എന്തിലേക്ക് നയിക്കുന്നത്? നാശത്തിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് ഈശോ പറയുകയാണ്, നിങ്ങൾ എന്നെ എതിർത്തോ കുഴപ്പമില്ല, പക്ഷേ എന്നിലുള്ള ആത്മാവിന്റെ ആ ചൈതന്യത്തെ നിങ്ങൾ നിരാകരിക്കരുത്. അങ്ങനെ നിരാകരിച്ചാൽ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയില്ല. ഏത് പാപം? ഒരു പാപവും ക്ഷമിക്കപ്പെടുകയില്ല. ഈശോ എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് കുരിശിൽ മരിച്ചത് എന്ന് നീ നിഷേധിച്ചാൽ, ആ സത്യത്തിനെതിരെ നീ കണ്ണടച്ചാൽ, ഹൃദയം കഠിനമാക്കിയാൽ, നിന്റെ ഒരു പാപവും ക്ഷമിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നമ്മൾ കുരിശിൽ തറച്ചു കൊന്നതിന്റെ പാപം പോലും ക്ഷമിക്കപ്പെടും. എന്ത് ചെയ്താ മതി? ഈശോ കൊല്ലപ്പെട്ടത് എന്റെ പാപത്തിന് വേണ്ടിയാണെന്ന് നീ വിശ്വസിച്ചാൽ. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. അപ്പോൾ വിശ്വാസത്തിന്റെ വാതിലടച്ച് കളയുന്നു, പ്രത്യാശയുടെ നന്മയെ നീ തിന്മയായിട്ട് വിളിക്കുന്നു. ഈശോ പിശാചിനെ പുറത്താക്കിയതിനെ ഇവർ തിന്മയായിട്ട് വ്യാഖ്യാനിക്കുകയാണ്. ഒരു മനുഷ്യനിലുള്ള നന്മ, അവനിലുള്ള സുപ്രീം ഗുഡ്നസ് തന്നെ ഇവരതിനെ മോശമായിട്ട് ചിത്രീകരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനുദിന ജീവിതത്തിലും മറ്റുള്ളവരിലുള്ള നന്മകളെ നമ്മൾ മോശമായി ചിത്രീകരിക്കുന്ന ഒരു പ്രവണത, അത് വലിയ അപകടമാണ്. നന്മയെ നന്മയാണെന്ന് ഏറ്റുപറയാൻ കഴിയണം, തിന്മയെ തിന്മയാണെന്ന് ഏറ്റുപറയാൻ കഴിയണം. അത് പരിശുദ്ധാത്മാവിന്റെ കൃപയാണ്. നന്മയെ നന്മയായിട്ട് ഏറ്റുപറയാനും തിന്മയെ തിന്മയായി കണ്ട് തള്ളിപ്പറയാനും നമുക്ക് ശക്തി തരുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അതിന് പകരം നന്മയെ തിന്മയെന്നും തിന്മയെ നന്മയെന്നും വിളിക്കുന്ന ആ ശീലമാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപമെന്ന് പറയുന്നത്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ അനുദിന ജീവിതത്തിൽ യഥാർത്ഥത്തിലുള്ള നന്മ ഏതാണെന്ന് തിരിച്ചറിയാതെ നമ്മൾ തിന്മയുടെ വഴിയിലൂടെ സഞ്ചരിച്ചു പോയിട്ടുണ്ട്.
പ്രഭാതത്തിൽ എഴുന്നേറ്റ് കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് ഓടി ദിവ്യബലിയിൽ പങ്കെടുക്കുന്ന ആ നന്മയാണെന്ന് കാണാതെ കിടന്നുറങ്ങുന്നത് ആണ് സുഖകരം, അതാണ് നന്മ എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു ഹൃദയത്തിന്റെ ഭാവം. നമ്മുടെ കയ്യിലുള്ളത് പങ്കുവയ്ക്കലാണ് നന്മയെന്ന് തിരിച്ചറിയാതെ പങ്കുവയ്ക്കാതെ സ്വരുക്കൂട്ടി വയ്ക്കുന്നതാണ് നന്മ എന്ന് ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ലോകത്തിന്റെ ചില ദുർഭൂതങ്ങൾ. നമുക്ക് സത്യത്തിലേക്ക് മിഴി തുറക്കാം, ക്രിസ്തുവിലേക്ക് മിഴി തുറക്കാം, പരിശുദ്ധാത്മാവിന്റെ പ്രചോദനങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകാം. നമ്മുടെ ജീവിതത്തിൽ ദൈവസ്നേഹത്തിനെതിരെ പരസ്നേഹത്തിനെതിരെ വന്നു പോയിട്ടുള്ള വീഴ്ചകളെ ഓർത്തനുതപിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് പാപപരിഹാരം ചെയ്യാം. ഈശോയേ കർത്താവ് നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് കരമടിച്ച് സ്തുതിക്കാം, നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഇന്ന് ഈ ഞായറാഴ്ച കൂട്ടായ്മകളിൽ പങ്കെടുക്കാൻ സാധിച്ചത്, ദിവ്യബലിയിൽ പങ്കെടുക്കാൻ സാധിച്ചത് കർത്താവിന് നന്ദി പറയാം. വചനം ശ്രവിക്കാൻ സാധിച്ചത്, വചനം വായിക്കാനും വചനം പഠിക്കാനും സാധിച്ചതിനൊക്കെ ഓർത്ത് നന്ദി പറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമടിച്ച് ശക്തിയായി കരമടിച്ച് ശിരസ്സിന് മുകളിൽ കരമടിച്ച് നന്ദി പറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. തളരാതെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തീക്ഷ്ണതയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ വെട്ടട്ടെ, വിടുതൽ നേടട്ടെ, അന്ധകാരം നീങ്ങട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ശ്രീ ആരാധന, 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 ആരാധന. കർത്താവേ ആരാധന, 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 ആരാധന. ശ്രീ മഹത്വം, 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 മഹത്വം. സ്തുതികൾ തിന്മകൾ വിട്ടുപോകട്ടെ. കർത്താവ് നിന്റെ മേൽ വർഷിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് നീ നന്ദി പറയുമ്പോൾ കർത്താവ് നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ മക്കളുടെ മേൽ, ജീവിത പങ്കാളിയുടെ മേൽ കൂടുതൽ അനുഗ്രഹങ്ങൾ വർഷിക്കും. സകല വിശുദ്ധരോട് ചേർന്ന് കർത്താവിന് നന്ദി പറയട്ടെ. സ്വർഗീയ ബന്ധങ്ങളോട് ചേർന്ന് കർത്താവിന് നന്ദി പറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിവിധങ്ങളായ രോഗപീഠകളിലൂടെ കടന്നു പോകുന്ന മക്കളുണ്ട്. കിടപ്പ് രോഗികളായ ഭവനങ്ങളിലും ആശുപത്രികളിലും കഴിയുന്നവരുണ്ട്. ഭവനമില്ലാത്തവരുണ്ട്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയും വളരെ ക്ലേശകരമായ കുടുംബ സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകുന്നവരുണ്ട്. മരണാസന്നരായിട്ടുള്ളവരുണ്ട്. നല്ല മരണത്തിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. അനാഥരും വിധവകളും ഒക്കെ നമുക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്ത്, ജയിലുകളിൽ കഴിയുന്നവർ, മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സയിൽ കഴിയുന്നവർ, നിരാശയിൽ ദുഃഖത്തിൽ കഴിയുന്നവർ സമർപ്പിക്കാം. സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദമ്പതികളെയും, ഉദരത്തിലുള്ള കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരെയും, ജോലി അന്വേഷിക്കുന്നവരെയും, വിവാഹപ്രായമായിട്ടും വിവാഹം നടക്കാതെ വിഷമിക്കുന്നവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കൃപ ഒഴുകട്ടെ. അത്ഭുതകരങ്ങളും അടയാളങ്ങളും ഈ രാത്രിയിൽ നിന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. കർത്താവ് നിന്നെ അത്ഭുതകരമായി സുഖപ്പെടുത്തട്ടെ. നീ ഒത്തിരി നാളായി പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന പ്രാർത്ഥനയുടെ ഒരു ഉത്തരം രാത്രിയിൽ നിനക്ക് ലഭിക്കട്ടെ. കർത്താവ് നിന്നെ ഒരു സാക്ഷിയാക്കി മാറ്റട്ടെ. കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് ഉച്ചത്തിൽ പ്രാർത്ഥിക്കാം. ഈശോയേ,
ഈശോയേ ഈശോയേ നമുക്ക് മുട്ടുകുത്താം. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും ഈ ഞായറാഴ്ച രാത്രിയിൽ ദിവ്യകാരുണ്യാശീർവാദം സ്വീകരിക്കുകയും അവിടുന്ന് നമ്മെ അനുഗ്രഹിച്ച് നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും വേണ്ടി മാനവകുലം മുഴുവനും വേണ്ടി ഒരു അനുഗ്രഹമാക്കി മാറ്റുകയും ചെയ്യുകയാണ്. ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ നാമത്തെ മഹത്തരമാക്കുമെന്ന കർത്താവിന്റെ വാഗ്ദാനം നമുക്ക് ഏറ്റെടുക്കാം. അത് എനിക്കുള്ള വാഗ്ദാനമാണെന്ന്, എന്റെ ദാസന് ശ്രേയസ്സുണ്ടാകുമെന്ന കർത്താവിന്റെ വാഗ്ദാനം അത് എനിക്ക് വേണ്ടി കർത്താവ് തന്ന വാഗ്ദാനമാണെന്ന് ഏറ്റെടുക്കാം. ഞാൻ അവനെ ഉന്നതങ്ങളിൽ വഴി നടത്തും എന്ന വാഗ്ദാനം ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവ് നിന്റെ നാമത്തെ മഹത്തരമാക്കുന്നു, നിന്റെ കുടുംബത്തെ മഹത്വമുള്ള കുടുംബമാക്കി മാറ്റുന്ന ഒരു ആശീർവാദം ഇപ്പോൾ അവിടുന്ന് നൽകുന്നു. കരങ്ങൾ ഉയർത്തി യേശുനാമം വിളിച്ച് ആശീർവാദം സ്വീകരിക്കാം. സാധിക്കുന്നവർ ശിരസ് തറയിൽ മുട്ടിച്ച് പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ അനുഗ്രഹിച്ച് അനുഗ്രഹമാക്കി മാറ്റുന്ന പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് സത്യത്തിന് നേരെ ഹൃദയം തുറക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകുന്ന, തന്നിൽ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് വരം നൽകുന്ന പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എല്ലാവർക്കും നല്ലൊരു രാത്രി, സുഖനിദ്രയുള്ള രാത്രി, സന്തോഷമുള്ള രാത്രി ആശംസിക്കുന്നു. നന്നായി വിശ്രമിച്ച് നാളെ കൂടുതൽ ഊർജത്തോടെ, കൂടുതൽ സന്തോഷത്തോടു കൂടെ ഉണർന്നെഴുന്നേറ്റ് കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഒരു ദിവസം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.